നിർത്തി തന്നതിനൊക്കെ മരിക്കുമ്പോൾ നിർത്തി തരട്ടോ പോയി. കുറച്ച് മാസങ്ങൾ കൂടി മതിയും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽ മോചിതനാവുന്നതാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുറഹീമിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും വലിയ ചർച്ചാ വിഷയമാവുകയും ഏകദേശം വലിയൊരു ക്രൗഡ് ഫണ്ടിങ് തന്നെ നടത്തിയിട്ട് അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന്, അതിൽ പ്രത്യേകിച്ചിട്ട് പറയേണ്ടത് എല്ലാവരും, അതായത് ഹൈന്ദവരും മുസ്ലിമീങ്ങളും ക്രൈസ്തരും ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അന്ന് ക്രൗഡ് ഫണ്ട് നടത്തിയത്. ഏകദേശം 34 കോടിയോളം അടുത്തായിട്ട് എല്ലാവരും പിരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ബോച്ചയും നല്ല രീതിയിൽ എഫേർട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെയായിട്ടും കുറേ സിറ്റിംഗ് ഒക്കെ നടന്നിട്ട് 8-9 സിറ്റിംഗ് ഒക്കെ നടന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കേസിലേക്ക് വിധിയൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരു വിധി വന്നിട്ടുണ്ട് ആ ഒരു കേസിലേക്ക്. അതിനെക്കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഏകദേശം 19 കൊല്ലത്തോളമായി അബ്ദുറഹീം അവിടെ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 മുതൽ ജയിലിൽ തന്നെയാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറം ലോകം എന്താണെന്ന് കൂടി അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന് ഇന്നിപ്പോൾ വന്ന വിധി എന്താണെന്ന് വെച്ചാൽ, അടുത്ത കൊല്ലം അവസാനമാകുമ്പോഴാണ് അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ 34 കോടി പിരിപ്പിച്ച് കൊടുത്തതാണെങ്കിലോ, കൊടുത്തിട്ട് മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാവരും പിരിപ്പിച്ച് കൊടുത്തതെന്ന്. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വിധിച്ചിട്ടുള്ള വിധി എന്താണെന്ന് വെച്ചാൽ വധശിക്ഷ വിധിയായിരുന്നു. ആ വധശിക്ഷ വിധിയിൽ നിന്ന് അദ്ദേഹത്തിനെ തട്ടിമാറ്റാൻ വേണ്ടിയിട്ടാണ് അന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തിയതും അതേപോലെ അതിനവിടേക്ക് അയച്ചു കൊടുത്തതും. പക്ഷേ ഇന്ന് അവിടുത്തെ കോടതി, ആ ഒരു സൗദി അറേബ്യയിലെ കോടതി വിധിച്ച വിധി എന്താണെന്ന് വെച്ചാൽ, 20 കൊല്ലം പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് തരാം എന്നാണ് അവിടുന്ന് വന്നിട്ടുള്ള വിധി. അതായത് 2006 അദ്ദേഹം ജയിലിൽ കടന്നതെങ്കിൽ 2026 ആകുമ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ 20 കൊല്ലം പൂർത്തിയാകുന്നത്. ഏകദേശം 2026 ഡിസംബറിന് ഉള്ളിലായിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് മോചിതം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് ന്യൂസിലൂടെ വരുന്നതും അതുതന്നെയാണ്. എനിക്ക് വളരെ ദുഃഖം തോന്നിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉമ്മയുടെ ആ ഒരു കരച്ചിലായിരുന്നു. ഇന്ന് എനിക്ക് മീഡിയ വണ്ണിലൂടെ കണ്ട ഒരു ദൃശ്യമുണ്ട്. അവർ ദൃശ്യം കണ്ടപ്പോൾ വളരെയധികം സങ്കടമായിപ്പോയി. എന്തായാലും തൻ്റെ സ്വന്തം ഉമ്മാക്ക് തൻ്റെ മകനെ ജയിലിൽ തന്നെ ഇനിയും കുറച്ച് ദിവസം കൂടി കഴിയണമെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വിഷമം ഉണ്ടാകും. ഉമ്മ പറയുന്നത്, എനിക്കൊന്ന് ആ മകനെ കണ്ടു കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കൂ, എത്ര വിഷമമായിട്ടുണ്ടാവും അല്ലേ. ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ. ഏതായാലും പെട്ടെന്ന് തന്നെ അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചു വരും. മാത്രമല്ല തൻ്റെ ഉമ്മാൻ്റെ കൂടെയും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും കഴിയും എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. പക്ഷെ കുറച്ച് നീട്ടിപ്പോയി എന്നുള്ളത് തന്നെയാണ് ദുഃഖകരമായ ഒരു വാർത്ത. ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മീഡിയ വണ്ണിൽ വന്നതായ ആ ഒരു ദൃശ്യം ഒന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കിയേ. ഉമ്മാനോട് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉമ്മ കൊടുക്കുന്ന ആ ഒരു മറുപടി ഒന്ന് കണ്ടു നോക്കിയേ. എൻ്റെ കുട്ടീനെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എന്തെല്ലാം പറഞ്ഞൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പം 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി മതി ജയിലിൽ കഴിയാൻ. ഇത്ര മാസം ഇങ്ങനെ ഞാൻ കഴിച്ചിലാക്കി. അതിൻ്റെ ഇമാമ നിർത്തി തന്നതിനൊക്കെ മരിക്കുമ്പോൾ നിർത്തി തരട്ടോ പോയി. കുറച്ച് മാസങ്ങൾ കൂടി മതിയും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽ മോചിതനാവുന്നതാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഓ സന്തോഷിച്ച് എന്നെ സന്തോഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ്. 20 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഏകദേശം 19 വർഷത്തോളമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെയാണ് ആ ഒരു 34 കോടി പിരിപ്പിച്ച് കൊടുത്തത് അല്ലേ. അതിൽ ഒരു മതസ്ഥരെയും നോക്കാതെ, ഒരു ജാതിയെ നോക്കാതെ ഇറങ്ങിച്ചെന്ന് റോട്ടിലൂടെയും അതേപോലെ വാട്സപ്പിലൂടെ ആവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, യൂട്യൂബേഴ്സ് ആവട്ടെ, അതേപോലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് അന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തിയത്. അതിൽ എടുത്തു പറയേണ്ടത് ബോച്ചയെക്കുറിച്ച് തന്നെയാണ്.
ബോച്ച അതേപോലെ നല്ല രീതിയിൽ എഫേർട്ട് വന്നിട്ടുണ്ട്. ബോച്ചയുടെ മറ്റ് കാറ്റഗറിയോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ബോച്ച അന്ന് വന്ന എഫേർട്ടാണ്. സോ അദ്ദേഹം നല്ല രീതിയിൽ എഫേർട്ട് വന്നിട്ടുണ്ട്. അതേപോലെ അബ്ദുറഹീമിനെ ഇറക്കാൻ ആയിട്ടൊരു സമിതിയുണ്ട് അല്ലേ, ഒരു ടീമുണ്ട്. അവരെയും ഈ ഒരു സമയത്തിൽ അഭിനന്ദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും പെട്ടെന്ന് തന്നെ അബ്ദുറഹീമിന് മോചനം ലഭിക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനുള്ള എല്ലാ നിലക്കുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.